ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ സെക്ഷൻസ് ആണ്. അതായത് ഇതുവരെ നമ്മൾ ചെയ്തത് ഒന്നെങ്കിൽ റെക്റ്റാങ്കുലർ സെക്ഷൻ അല്ലെങ്കിൽ സർക്കുലർ സെക്ഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ദി ബെൻഡിങ് ഇക്വേഷൻ M/I ഈസ് ഈക്വൽ ടു σ/y. അതല്ലെങ്കിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് സെക്ഷൻ മോഡുലസ് ആണെങ്കിൽ M ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇസഡ് ഇല്ലേ, സിഗ്മ മാക്സിമം ഇൻറ്റു ഇസഡ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഐ അല്ലെങ്കിൽ ഇസഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയായിരുന്നു. റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ I BD³/12ഉം സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ π/64 D⁻⁴ഉം. ഹോളോ വരുമ്പോഴത്തേക്കും π/64 പിന്നെ ക്യാപിറ്റൽ D⁻⁴ സ്മോൾ D⁻⁴, എക്സ്റ്റേണൽ ഡയമീറ്റർ ⁻⁴ ഇൻറ്റേർണൽ ഡയമീറ്റർ ⁻⁴. ഇനി ഐ സെക്ഷൻസ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് വ്യത്യാസമാണ്. അപ്പോൾ ഐ സെക്ഷൻസ്, ടി സെക്ഷൻസ്, സി സെക്ഷൻസ് ഒക്കെ വന്നാൽ ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ച ഇക്വേഷൻസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ നോക്കിയേ, റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഐ സെക്ഷൻ ഹാസ് എ ഡയമെൻഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പം ഒരു സ്റ്റീൽ സെക്ഷനാണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ ഐ സെക്ഷനാണ്. അപ്പം അതിൻ്റെ ഡയമെൻഷൻസ്, ഐ സെക്ഷൻസും ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ഇത് 200 ആണ്, ഇതിൻ്റെ വിഡ്ത്ത് 20 ആണ്, ഫ്ലാഞ്ചിൻ്റെ വെബിൻ്റെ തിക്നെസ് 10 ആണ്, വെബിൻ്റെ ഹൈറ്റ് 360 ആണ്, ഇത് സെയിം 200 ആണ്, തിക്നെസ് 20 ആണ്. അപ്പോൾ ദി ബീം ഓഫ് ഐ സെക്ഷൻ ക്യാരീസ് എ UDL ഓഫ് 40 kN/m റൺ ഓവർ എ സ്പാൻ ഓഫ് 10 മീറ്റർ. അപ്പം ബീം ഐ സെക്ഷനാണ്. അതായത് ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത്, ഇപ്പോൾ നോക്കിയേ, അതായത് ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ആണല്ലോ, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഇതിനൊരു സെക്ഷൻ കട്ട് ചെയ്താൽ ഇവിടെ നോക്കുമ്പം ഒന്നെങ്കിൽ റെക്റ്റാങ്കുലർ സെക്ഷനായിരുന്നു അല്ലെങ്കിൽ സർക്കുലർ സെക്ഷനായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനിയും ഈ സെയിം ടൈപ്പ് പ്രോബ്ലം, ഇത് സെക്ഷൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വ്യൂ നോക്കുവാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു ഐ സെക്ഷനാണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കുന്നത്? ഒരു ഐ സെക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ബീം പോകുന്നത്? ഇങ്ങനെയാണ് ഈ ബീം പോകുന്നത്, നിങ്ങൾക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ പോകും ഈ ബീം. അപ്പോൾ ഈ ബീം സച്ച് എ ടൈപ്പ് ഓഫ് ബീമാണ്. ക്രോസ് സെക്ഷൻ എന്താണ്? ഐ സെക്ഷൻ. അപ്പോൾ ഒരു ഐ സെക്ഷനാണ്. അതിലെന്താണ് ആക്ട് ചെയ്യുന്ന, ക്യാരി ചെയ്യുന്ന ലോഡ്? ഇതിൽ വരുന്ന ലോഡ് UDL. നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിം ബീം എന്താണ്? ഒരു UDL ആക്ട് ചെയ്യുന്നു. 40 kN/m ആണ്. സ്പാൻ എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? സ്പാൻ 10 മീറ്റേഴ്സ്. 10 മീറ്റർ ആണ് സ്പാൻ. 10 മീറ്റർ സ്പാൻ. അങ്ങനെയാണെങ്കിൽ മാക്സിമം സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ബെൻഡിങ്. ഇതിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താ? സിഗ്മ മാക്സിമം ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുന്നു. എന്താണ്? ബീമിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ലോഡ് W എത്രയാണ്? UDL സ്മോൾ w 40 kN/m എന്ന് പറയുമ്പോൾ 40 × കിലോ എന്ന് പറയുമ്പോൾ 10⁻³ Nm. ഇനി ലെങ്ത് ഓഫ് ദി സ്പാൻ ഈസ് 10 മീറ്റർ. ലെങ്ത് എത്രയാണ്? 10 മീറ്റർ, അല്ലെങ്കിൽ മില്ലിമീറ്റർ ആക്കുവാണെങ്കിൽ 10 × 10⁻³ mm. ഇതിപ്പോൾ കൺവേർട്ട് ചെയ്ത് എഴുതാൻ ഇത് മില്ലിമീറ്ററിലായതുകൊണ്ട് ഇത് മീറ്ററിലിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ്, അപ്പോൾ നമുക്കറിയാം ഇതൊരു ഐ സെക്ഷനാണ് നമുക്കറിയാവുന്നത്. പക്ഷേ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ സെക്ഷന് BD³/12 ആണ്. അപ്പോൾ ഐ സെക്ഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐ സെക്ഷനിൽ 2 ടൈപ്പ് ഐ സെക്ഷൻസ് വരും. ഒന്ന് സിമെട്രിക്കൽ ഐ സെക്ഷൻ ആവാം, അല്ലെങ്കിൽ രണ്ടാമത്തത് അൺസിമെട്രിക്കൽ ഐ സെക്ഷൻ ആവാം. സിമെട്രിക്കൽ ഐ സെക്ഷൻ ആണെങ്കിൽ ചെയ്യുന്നത് എളുപ്പമാണ്, അൺസിമെട്രിക്കൽ ആണെങ്കിലാണ് വേറെ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കേ, സിമെട്രിക്കൽ ആണോ? സിമെട്രി മീൻസ് നമ്മളിതിനെ എക്സ് ആക്സിസിലൂടെ ഒരു സെക്ഷൻ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ നടുക്കൂടെ ഒരു സെക്ഷൻ കട്ട് ചെയ്യുന്നു, ടോപ്പും ബോട്ടവും സെയിം ആണ്. വൈ ആക്സിസിൽ കൂടെ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്യുന്നു നടുക്കൂടെ, അപ്പോൾ ലെഫ്റ്റും റൈറ്റും സെയിം ആണല്ലോ. അങ്ങനെയുള്ള സെക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമെട്രിക്കൽ സെക്ഷൻസ്. അപ്പോൾ ഇത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സിമെട്രിക്കൽ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ. അതായത് ഇതുപോലൊരു ഐ സെക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു ഐ സെക്ഷൻ ഇതിനെ ജസ്റ്റ് റഫായിട്ട് ഈ ഒരു ഐ സെക്ഷൻ ഞാനിവിടെ വരയ്ക്കുക. ഈ ഐ സെക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫുള്ളായിട്ടൊരു റെക്റ്റാങ്കിൾ സെക്ഷനായിട്ട് കൺസിഡർ ചെയ്താൽ, ഫുൾ റെക്റ്റാങ്കുലർ സെക്ഷനിൽ നിന്ന് ഈ ഒരു പോർഷനും മൈനസ് ചെയ്താൽ ഐ കിട്ടത്തില്ലേ? ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐ കിട്ടും. അപ്പോൾ അതായത് ഇതിൻ്റെ ബോർഡറിൽ കൂടെ കവർ ചെയ്യുന്ന രീതി ഒരു റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് ഈ പോർഷനും മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐ സെക്ഷൻ കിട്ടും. അപ്പോൾ സിമെട്രിക്കൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫുൾ റെക്റ്റാങ്കിളിൽ നിന്നും ഈ പോർഷനും എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഐ സെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഏതിൻ്റെ കേസിലാണ്? സിമെട്രിക്കൽ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഐ സെക്ഷൻ തന്നാൽ അത് ആദ്യം സിമെട്രിക്കൽ ആണോ നോക്കുക. സിമെട്രിക്കൽ ആണെങ്കിൽ ഈ ഐയെ ഫുൾ ഒരു റെക്റ്റാങ്കിളിനകത്ത് നിന്ന് ഈ ചെറിയ റെക്റ്റാങ്കിളും മൈനസ് ചെയ്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്?
ഈ ഐയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. കാരണം റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് നമുക്കറിയാം, BdQ/12 ആണ്. സോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും, ഈ വലിയ റെക്റ്റാങ്കുലർ ഇത് ഹോളായിട്ട് കൺസിഡർ ചെയ്യുന്ന വലിയ റെക്റ്റാങ്കിൾ, ആ വലിയ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് BdQ/12, ക്യാപിറ്റൽ B ക്യാപിറ്റൽ D cube/12 മൈനസ് എന്ത് ചെയ്തു, ദാണ്ട് ഈ പോർഷനും ഈ പോർഷൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. മനസ്സിലായോ? ദാ ഈ ഒരു പോർഷനിനകത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചില്ലേ, ഇതാ ഈ പോർഷൻ്റെയും കൂടെ രണ്ടും കൂടെ ചേർന്നുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് BdQ/12, സ്മോൾ ലെറ്റർ BdQ/12 എന്ന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡയമെൻഷൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ ബിയും ഡി എന്ന് പറഞ്ഞാൽ ഫുൾ റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷനാണ്. ഇതാണ് ഫുൾ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എത്രയാ, 200. ഫുൾ റെക്റ്റാങ്കിളിൻ്റെ ഡെപ്ത് എത്രയാ, ഇത്രയും വരത്തില്ലേ ഡെപ്ത്. സോ വിഡ്ത്ത് 200, ഡെപ്ത് 300. മനസ്സിലായോ? 200ഉം 300ഉം ഉള്ള ഒരു റെക്റ്റാങ്കിളാണ്. ഓക്കെ, 200ഉം 300. സോ 200 ആണ് വിഡ്ത്ത്, 300 അല്ല 400 ആണ്. ഫുൾ ഡെപ്ത് 400 ആണ് കേട്ടോ, 400. സോ ബി എത്രയാണ്, 200 × 400³ മൈനസ് ചെറിയ പോർഷൻ, അതായത് ഇതാ ഇവിടെ ചെറിയൊരു പോർഷൻ, ഇവിടെയും ചെറിയൊരു പോർഷനുണ്ട് ഇല്ലേ, ഈ രണ്ട് പോർഷൻ നമുക്ക് മൈനസ് ചെയ്യണം. ആ പോർഷൻ്റെ ഡയമെൻഷൻ എങ്ങനെ വരുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഫുൾ 200 ആണല്ലോ, ഇത് ഫുൾ എത്രയാണ്, 200. ഈ തിക്നെസ് എത്രയാണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, ഇത് 10 മീറ്റേഴ്സാണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ട് 10 മില്ലിമീറ്ററാണ് തന്നിട്ടുണ്ട്. ഇത് ഇത്രയും 10 മില്ലിമീറ്ററാണ്. അപ്പോൾ 200ൽ നിന്നും 10 മൈനസ് ചെയ്താൽ ഈ സൈഡ് കിട്ടത്തില്ലേ. സോ വിഡ്ത്ത് എത്രയായിരിക്കും അതിൻ്റെ, ഇത് ഫുൾ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്താണ് 200. 200ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി, ഈ വെബ് പോർഷൻ്റെ 10 മൈനസ് ചെയ്താൽ മതിയല്ലോ. 200ൽ നിന്ന് വെബ് പോർഷൻ്റെ 10 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ഇത്രയും ഡയമെൻഷനാണ് ആണല്ലോ. സോ വിഡ്ത്ത് എത്ര വരും, 200നകത്ത് നിന്ന് 10 മൈനസ് ചെയ്തു. അതേപോലെ ഡെപ്ത് എങ്ങനെ വരുമെന്ന് ആലോചിച്ച് നോക്കിയാൽ, ഡെപ്ത് ഫുൾ 400 ആണ് അല്ലേ. നമുക്ക് എത്രയും പോർഷൻ മാത്രം മതി, ഇതാ ഇത്രയും പോർഷൻ മാത്രം മതി, അത് തന്നിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഫുൾ 400 ആണ്. ഈ ഡിസ്റ്റൻസ് 20, ഈ ഡിസ്റ്റൻസ് 20. സോ 20 + 20 40. മൊത്തം 400ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി, ആ രണ്ട് തിക്നെസ് 40 കുറയ്ക്കുമ്പം 360 കിട്ടും. അതായിരിക്കും ഡെപ്ത്. സോ ഡെപ്ത് എത്ര വരും, 360³ / 12. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഐ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതായത് സിമെട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതേപോലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. അൺസിമെട്രിക്കൽ ആണെങ്കിൽ ഡിഫറെൻ്റ് ആണ്, അത് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്. ഇനി നോക്കുക കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, M/I = σ/y = E/r. അപ്പോൾ ഇതിനകത്ത് ഐ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് സിഗ്മ മാക്സിമം ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ സിഗ്മ കിട്ടാൻ എന്ത് ചെയ്യണം, M/I × y ചെയ്താൽ മതി. M നമുക്ക് കണ്ടുപിടിക്കണം, ഐ കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, M കണ്ടുപിടിക്കണം. അതിന് ഏത് ടൈപ്പ് ബീമാന്ന് നോക്കുക. ബീം ഐ സെക്ഷൻ ക്യാരീസ് എ UDL, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് എടുക്കുക. കാരണം കാൻറ്റിലിവർ ഒക്കെ ആണെങ്കിൽ സ്പെസിഫിക്കലി പറയണം, ഇതെന്തായാലും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പം സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണ്, ഫുൾ സ്പാനിലും UDL ആണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണെങ്കിൽ, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ഫുൾ ലെങ്തിൽ UDL ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം എത്രയാണ്, WL²/8. സോ WL²/8. W എന്താണ്, UDL 40 കിലോ ന്യൂട്ടൺ ആയതുകൊണ്ട് കിലോ ന്യൂട്ടനെ മാറ്റിയേക്കുവാണ്, × 10⁻³ × L. ലെങ്ത് എത്രയാണ്, 10 മീറ്റേഴ്സ് ആണ് ലെങ്ത്. സോ 10L², 10² സോൾവ് ചെയ്യുമ്പോൾ ഇത്രയും ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി ന്യൂട്ടൺ മീറ്ററിനെ നിങ്ങൾക്ക് മില്ലിമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ × 10⁻³ ചെയ്യുമ്പോൾ ന്യൂട്ടൺ MM കിട്ടും. ഫുൾ 10 പവറിൽ എഴുതുവാണെങ്കിൽ 5 × 10⁻8 ന്യൂട്ടൺ MM എന്ന് കിട്ടും. അപ്പം ഇനി MI, II നെക്സ്റ്റ് ഏത് വേണം, Y വേണം. Y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, Y എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്രൽ ആക്സസ് മുതൽ ബേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Y എന്ന് പറയുന്നത്. ഇത്രയാണ് Y എന്ന് പറയുന്നത്. അതെങ്ങനെ കിട്ടും, ഫുൾ ഹൈറ്റ് ഓഫ് ദി ഐ സെക്ഷൻ എത്രയാണ്, ഫുൾ ഡെപ്ത് എത്രയാണ്, 400. അപ്പോൾ ഇത്രയും 400. സോ സെൻറ്റർ മുതൽ ബേസ് വരെ എത്ര വരും, 400/2 200. സോ സിഗ്മ എങ്ങനെ കണ്ടുപിടിക്കാം, M/I × y. എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, y 200 ആണ്, ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, സിഗ്മ മാക്സിമം കിട്ടും. ഇതാണ് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഐ സെക്ഷൻ സോൾവ് ചെയ്യുന്നത്. സിമെട്രിക്കൽ ആണോ നോക്കുന്നത് എങ്ങനെ, എക്സ് ആക്സിസ് ആയിട്ട് കട്ട് ചെയ്താൽ, നടുക്ക് എക്സ് ആക്സിസിൽ കൂടെ കട്ട് ചെയ്താൽ ടോപ്പും ബോട്ടവും സെയിം ആയിരിക്കണം. സെൻറ്ററിൽ കൂടെ y ആക്സിസിൽ കൂടെ കട്ട് ചെയ്താൽ ലെഫ്റ്റും റൈറ്റ്